അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ എവിടെ വരെയായി? തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ നിലയിൽ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വല്ലാത്ത വേദനജനകമായ കാഴ്ചയാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികസനങ്ങൾ എവിടെ എത്തിയിട്ടില്ല. ഞാൻ ഇന്നലെ തീരദേശ പ്രദേശങ്ങളിൽ പോയി. അവിടെ നോക്കുമ്പോൾ കടൽക്ഷോഭം കൊണ്ട് ആ മേഖലയിലെ വീടുകളെല്ലാം നശിച്ചിട്ട് പോലും അതിന് കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞിട്ട് പോലും ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആ കടൽക്ഷോഭം നിയന്ത്രിക്കാൻ ആവശ്യം ഒരു പദ്ധതിയും ചെയ്യുന്നില്ല. അവരുടെ കണ്ണീരൊന്നൊപ്പാൻ പോലും ഇവിടുത്തെ സർക്കാരുകളോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളോ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ഒന്നും ചെയ്യാത്ത വളരെ വേദനയോടുകൂടിയാണ് അവരൊക്കെ ഇക്കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ഞാൻ സന്ദർശിച്ചു. താലൂക്ക് ആശുപത്രി സന്ദർശിച്ചപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ ശോചനാവസ്ഥ വല്ലാത്തൊരു ശോചനാവസ്ഥ. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അമ്മമാർക്ക് നമ്മുടെ ഏറ്റവും ഭക്ഷണമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. കുടിവെള്ളമുണ്ടെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് ജീവിക്കാൻ കഴിയും. ആ കുടിവെള്ളം പോലും കൃത്യമായി കിട്ടാൻ നമ്മുടെ നരേന്ദ്രമോദി ഒരു പദ്ധതി കൊണ്ടുവന്നു. എന്താണ് ജലജീവ മിഷൻ? എന്താണത്? നമ്മുടെ അമ്മമാരുടെ കണ്ണീരൊപ്പാൻ അമ്മമാരെ തലച്ചോട് വെച്ചുകൊണ്ട് കുടിവെള്ളം കൊണ്ടുവരുന്ന ആ കാഴ്ച മാറ്റാൻ വേണ്ടിയിട്ടാണ് ജലജീവ മിഷൻ കൊണ്ടുവന്നത്. എന്നാൽ ആ പദ്ധതി ഇവിടെ പല സ്ഥലത്തും പൈപ്പിടുക മാത്രമായിട്ട് പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങിയിരിക്കുന്നു. പക്ഷെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് പൂർത്തീകരിക്കപ്പെടാതെ അമ്മമാരുടെ കണ്ണീരിനൊരു പരിഹാരം കാണാത്ത അവസ്ഥയാണ് കാണുന്നത്. ഒരു വല്ലാത്ത ഇപ്പം നമ്മുടെ സുന്ദരമായ നാഷണൽ ഹൈവേ കാണുന്നില്ലേ? അതിൽ സഞ്ചരിക്കാൻ എന്ത് സുന്ദരമായിട്ട് ഉണ്ട്. പക്ഷെ പൊന്നാനിയുടെ ജനതയെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് അതിലെ അപാധകൾ എന്തൊക്കെയുണ്ടോ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഭരണാധികാരികൾ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശ ജനങ്ങൾ ഒന്ന് അണ്ടർഗ്രൗണ്ട് ഓവർബ്രിഡ്ജ് ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് പ്രദേശ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ. ഇവിടുത്തെ ഭരണാധികാരികൾ കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്നതിന് വേണ്ടിയിട്ടാണ് അതൊന്നും നടപ്പിലാക്കാതെ ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കപ്പെടുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പക്ഷേ ഇവിടെയൊക്കെ ഇതെല്ലാം മനസ്സിലാകുന്ന ജനത്തിന് ഇത് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നരേന്ദ്രമോദിയുടെ 11 വർഷത്തെ ഭരണം, ആ ഭരണത്തിൻ്റെ അഴിമതിയില്ലാത്ത വികസനപരമായിട്ടുള്ള ആ ഭരണം, അമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ നാടിൻ്റെ വികസന ഭാഗമായിട്ട് നരേന്ദ്രമോദിയുടെ ആ ഭരണത്തിൻ്റെ വികസനം നമ്മുടെ ഭാരതത്തിൽ ഉള്ള കേരളത്തിൽ എത്തുന്നില്ല എന്ന ഒരു ദയനീയ സ്ഥിതിയാണ് ഈ വോട്ടർമാരുടെ മുന്നിലെല്ലാം പോകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മാറണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തായാലും NDA എന്ന നിലയിൽ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വിജയിപ്പിക്കുമെന്നതാണ് ഞാൻ വോട്ടർമാരെയൊക്കെ കാണുമ്പോൾ. ഈ വികസനം ഇല്ലായ്മ അത് മാറണം. ഇവിടെ കേന്ദ്രത്തിൻ്റെ വികസനം, നരേന്ദ്രമോദിയുടെ വികസനം, ആ വികസനം നമുക്ക് പൊന്നാനിയിലും ഉണ്ടാകണം. അതിൻ്റെ പ്രതിനിധിയായിട്ട് മനീഷ് ചെന്നിത്തല തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കപ്പെടുകയാണ് ഈ നാട്ടിലെ ജനത. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? പൂർണ്ണമായ സപ്പോർട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പൊന്നാനിയിലെ പല പ്രദേശങ്ങളിലും ജനകീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ്. മനുഷ്യാവകാശ സംരക്ഷണ മിഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഈ പൊന്നാനിയിലെ പല വീടുകൾക്ക് വഴിയില്ലാത്ത പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ അത് നോക്കാതെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെപ്പോലത്തെ സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഞാൻ. ആ സംഘടനയുടെ ഭാഗമായിട്ട് ഈ മേഖലയിൽ ഞാൻ ആ വഴികളും പിന്നെ അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഇതൊക്കെ ഏറ്റെടുക്കാൻ അവർ വേദന കാണാനും ആ വേദനക്ക് പരിഹാരം കാണാനും ശ്രമിച്ച ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ ജനത ഞാനാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്ന് വന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊന്നാനി ജനത വലിയ സ്വീകാര്യത കാണുന്നുണ്ട്. ആ സ്വീകാര്യതയാണ് ഇവിടെ വോട്ടായി മാറാൻ പോകുന്നത് എന്നാണ്. NDA അതിൻ്റെ ഭാഗമായിട്ട് വിജയിക്കുമെന്നാണ്, മനീഷ് ചെന്നിത്തലത്തിന് വോട്ട് ചെയ്യുമെന്നാണ് ഈ പൊന്നാനി ജനത പറയുന്നത്. പൊന്നാനി മണ്ഡലം NDA സ്ഥാനാർത്ഥിയായ ഈ മനീഷിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇപ്പോൾ നമുക്കൊപ്പം പങ്കുവച്ചത്.